മക്കളെ, ഇന്ന് നമുക്ക് ഗർ എന്ന കഹാനിയുടെ സമ്മറി നോക്കാം. ഗർ എന്ന കഹാനി വരെയാണ് നിങ്ങൾക്ക് എക്സാമിൽ ഉണ്ടാവുന്നത്. ഇവിടെ പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയെയാണ് ഇവിടെ വീടായിട്ട് പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് ഫർഹാദ്. അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, പല്ലി, എലി, ഓന്ത്, പിന്നെ എട്ടുകാലി, അതായത് ചിലന്തി, പിന്നെന്താണ് പാറ്റകളൊക്കെ, കൊതുക്, ഈച്ച, ഉറുമ്പ് മുതലായവയാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഒരു ദിവസം പല്ലി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഗിർഗിറ്റ് കാണുകയാണ്, ഓന്ത് കാണുകയാണ്. അപ്പോൾ ഓന്ത് ചോദിക്കുകയാണ്, വളരെ സന്തോഷത്തിലാണ് പല്ലി. അപ്പോൾ സന്തോഷത്തിൽ പോകുന്ന പല്ലിയോട് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പല്ലി പറയുന്നു, ഞാൻ ഇന്ന് വീട് മാറുകയാണ്, ഫർഹാദ് പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് പറയാം. അപ്പോൾ ഗിർഗിറ്റ് ചോദിക്കുന്നു, ഫർഹാദ് പുതിയ വീട് നിർമ്മിച്ചതിന് നിനക്കെന്താണ് എന്ന് ചോദിക്കാം. ഗിർഗിറ്റ് ചിപ്പുക്കരി പറയുന്നു, നീ ഒരു ദിവസമെങ്കിലും ഫർഹാദിനോടൊപ്പം താമസിച്ചിരുന്നു എങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള താമസം എത്ര സുഖകരമാണ് എന്ന കാര്യം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. ഒരു ദിവസം ഫർഹാദിൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പുക്കലി അവിടെ നിന്ന് പോകുന്നു. ചിപ്പുക്കലി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കരുതിയിരുന്നത് ഫർഹാദിൻ്റെ പുതിയ വീട്ടിൽ ആദ്യം എത്തുന്നത് താനായിരിക്കും എന്നാണ്. പക്ഷേ അവിടെ എത്തിയ ചിപ്പുക്കലിയെ ആരോ വിളിക്കുന്നത് കേട്ട് ചിപ്പുക്കലി ചുറ്റിലും നോക്കുന്നു. ആരാണെന്നറിയാതെ ചുറ്റിലും നോക്കുന്ന ചിപ്പുക്കലിയെ ആ വീടിൻ്റെ മൂലയിലിരുന്നു കൊണ്ട് ആരാണ് വിളിക്കുന്നത്? ചിലന്തി വിളിക്കുകയാണ്. ചിലന്തിയാണ്, ഞാൻ ഇവിടെയുണ്ട്, ഈ മൂലയിലാണ്, ഇങ്ങോട്ടേക്ക് നോക്കൂ എന്ന് പറയും. അപ്പോൾ ചിപ്പുക്കലി പറയും, ഫർഹാദിൻ്റെ പുതിയ വീട്ടിൽ ഞാനായിരിക്കും ആദ്യം എത്തുക എന്നാണ് കരുതിയത്. പക്ഷേ നീ എപ്പോൾ എത്തി എന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്നലെയെ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് ചിപ്പുക്കലി മക്കടിയോട് ചോദിക്കുകയാണ്, ചിലന്തിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ചിലന്തി പറയുന്നു, ഇവിടെ ഈച്ചകളും കൊതുകുകളൊക്കെ ഉണ്ട്, 100ഓളം ഈച്ചകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കൊതുകുകളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അവരെ ചായ കുടിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് തതയ്യ വരുന്നു. തതയ്യ പറഞ്ഞാൽ കടന്നൽ പറയാണ്, നിങ്ങൾ പുതിയ അയൽവാസികളായത് കാരണം നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചിലന്തിയെയും ചിപ്കലിയെയും ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് സംസാരിക്കുന്നു. അവരുടെ അഡ്രസ്സൊക്കെ അവർ പരസ്പരം പറയുന്നു. അതിനുശേഷം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറുമ്പ് ചുമരിൻ്റെ പാളികളിലൂടെ തല നീട്ടിയിട്ട് ഉറുമ്പ് പറയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ശബ്ദം താഴ്ത്തി സംസാരിക്കണം എന്ന് പറയാണ് അല്ലേ. ആ സമയത്ത് ചിപ്കലി ചിലന്തിയോട് ചോദിക്കുന്നു, ആരാണ് എന്ന ചോദ്യഭാവത്തിൽ. ചിലന്തിയെ നോക്കുമ്പോൾ ചിലന്തി പറയുകയാണ്, എനിക്കറിയുകയില്ല, ഞാൻ ഇപ്പോൾ കാണുകയാണ്, എപ്പോഴാണ് അവർ ഇവിടെ താമസമാക്കിയത് എന്ന് എനിക്ക് അറിയുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ ആ സംസാരത്തിന് ശേഷം ചായ കുടിക്കുന്നു. ചായ കുടിച്ച് പിരിയുന്നു. ആ സമയത്ത് ചിപ്കലി വീണ്ടും ചോദിക്കുകയാണ്, ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്ന്. ചോദിക്കുന്ന സമയത്ത് തതയ്യ പറയുന്നു, ഇവിടെയുള്ള ഇതിൽ കൂടുതൽ പേരെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ചൂഹ വരാനുണ്ട്. ചൂഹ നിത്യസമയവും ഇവിടെ ഉണ്ടാവുകയില്ല, എല്ലാ സമയത്തും ഉണ്ടാവുകയില്ല, വരികയും പോവുകയും ചെയ്യും. ചിലപ്പോൾ 2 ദിവസത്തേക്ക് അതിനെ കാണാനും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ ചൂഹയുടെ വിവരം അവർക്ക് ലഭിക്കുന്നു. പിന്നീട് ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇനി പുറത്ത് വരുന്നവരും പോകുന്നവരാണുള്ളത്. പക്ഷികളും അണ്ണാനൊക്കെയാണ് വരുന്നത്. അവർ അകത്തേക്ക് വരാറില്ല, പുറത്താണ് വരുന്നത്. അകത്ത് ജീവിക്കുന്നവർ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചിപ്കലി വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ശ്രീമാൻ ഫർഹാദോ എന്ന് ചോദിക്കുന്നു.
തതയ്യ പറയുന്നു, ഒരു ശരീരത്തിൽ നിന്നും ഒരു വസ്ത്രം മാറ്റി മറ്റൊരു വസ്ത്രം ധരിക്കുന്ന ആളെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? തതയ്യല്ല, മക്കടിയാണ് പറയുന്നത് കേട്ടോ, ചിലന്തിയാണ് പറയുന്നത്. അയാളെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, അപ്പം അയാളെ കുറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ പറയാണ്, അയാൾ ഇവിടെ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. രാത്രി കുറേ നേരം വൈകിയാണ് എത്തുന്നത്. ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. വരികയാണെങ്കിൽ തന്നെ കൂടുതൽ സമയം ഉറങ്ങും. പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീടുള്ള സമയം പുസ്തകം വായിച്ചിരിക്കും. അദ്ദേഹത്തിനെ കൊണ്ട് നമുക്കൊരു ശല്യവുമില്ല. അദ്ദേഹത്തിന് കിടക്കാൻ കുറച്ച് സ്ഥലം മാത്രം മതി. ബാക്കി എല്ലാ സ്ഥലവും നമ്മൾക്ക് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് ടെറസ്, അതുപോലെ തന്നെ ജനൽ, മേൽക്കൂരയും അതുപോലെ തന്നെ ജനൽ, അതുപോലുള്ള മുക്കും മൂലയൊന്നും അദ്ദേഹത്തിന് ചുമര് അതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം മാത്രം മതി. അതും രാത്രിയിൽ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അദ്ദേഹം ഇവിടെ താമസിക്കാൻ വരുന്നത് എന്ന് ചിലന്തി ഉറച്ച ശബ്ദത്തിലാണ് പറയുന്നത്. അതായത് ചിലന്തി ആ ഫർഹാദിനെ കുറിച്ച് വന്ന സമയം കൊണ്ട് തന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചിബുക്കലി മനസ്സിലാക്കുന്നു. ചിബുക്കലിക്ക് മനസ്സിലായി ചിലന്തി എങ്ങനെയാണ് ഫർഹാദിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് എന്ന്. അങ്ങനെ അവർ സംസാരിക്കുന്നു. രാത്രി കുറേ നേരം വൈകി ഫർഹാദ് എത്തുന്നു. ഫർഹാദ് വന്ന ഉടനെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിക്കുന്നു. അതായത് 2 റൂം, വരാന്ത, അടുക്കള, ചുറ്റുപാടുമുള്ള എല്ലാ ലൈറ്റുകളും ഫർഹാദ് തെളിയിക്കുന്നു. പിന്നീട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. പിന്നീട് കിടന്നുറങ്ങുന്നു. ലൈറ്റ് അണച്ച് കൊതുക് വല വിരിച്ച് ഫർഹാദ് ഉറങ്ങാൻ കിടക്കുന്നു. ഫർഹാദ് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന, എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ജീവികളെയും ഉപദ്രവിക്കുകയോ ആരെയും ചൂലുകൊണ്ട് അടിക്കുകയോ ചൂലും കൊണ്ട് ഓടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിബുക്കലി പറയുന്നുണ്ട് ഗിർഗീറ്റിനോട്, ഫർഹാദ് വളരെ നല്ല സ്വഭാവമുള്ള ആളാണ് എന്ന് അവർ റോട്ടിൽ വെച്ച് കണ്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ഈ ചിബുക്കലിയെ പല സ്ഥലങ്ങളിൽ വെച്ചും കണ്ടിട്ടുണ്ട്. പാത്രങ്ങൾക്കിടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂലിനടിയിൽ, പിന്നെ ഡസ്റ്റ് ബിന്നിൽ, വസ്ത്രങ്ങൾക്കിടയിൽ, പുസ്തകത്തിന് പിന്നിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്, അല്ലാതെ ഉപദ്രവിക്കാറില്ല. എന്നാൽ കുറച്ചു ദിവസങ്ങൾ ശ്രീമതി ശാന്തിദാസിൻ്റെ വീട്ടിൽ ചിബുക്കലി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച തികച്ച് ചിബുക്കലിക്ക് അവിടെ താമസിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായിരുന്നു കാരണം? പിന്നെ ശാന്തിദാസ് സ്വഭാവം പോലെയല്ല, അത് അശാന്തിദാസായിരുന്നു എന്നാണ്. സ്വഭാവം പേര് പോലെയല്ല എന്നല്ലേ, പേര് ശാന്തിദാസ് ആണെങ്കിലും സ്വഭാവം എങ്ങനെയാണ്? അശാന്തിദാസാണ് എന്ന് ആര് പറയുന്നു? ചിബുക്കലി പറയാണ്. ചിബുക്കലിയെ കണ്ട ഉടനെ എന്ത് ചെയ്യും? കൂവി വിളിക്കും. എന്നിട്ട് സുശാന്തോ ഈ ചിബുക്കലിയെ അവിടുന്ന് ചൂലുകൊണ്ട് ഓടിക്കൂ എന്ന് പറയും. എന്നിട്ട് അതിനെ ചൂലുകൊണ്ട് ഓടിക്കൂ അല്ലേ. അപ്പോൾ ഒരാഴ്ച പോലും തികച്ച ആ ഒരു വീട്ടിൽ താമസിക്കാനുള്ളൊരു സൗകര്യമോ ഒരു സമാധാനമോ ചിബുക്കലിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശ്രീമാൻ ഫർഹാദ് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വളരെ നല്ല വ്യക്തിയാണ്. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് ലഭിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ എന്താണ്, എനിക്കും നല്ലത് കിട്ടി, ശ്രീമാൻ ഫർഹാദിനെ കിട്ടി എന്നൊക്കെ ചിബുക്കലി സംസാരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഫർഹാദ് വന്ന് കിടന്നുറങ്ങി. ഉറക്കത്തിൽ അദ്ദേഹം സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം കാണുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അംഗങ്ങൾ വർദ്ധിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അതായത് ചിബുക്കലി മുട്ടയിട്ടതായും മക്കടി വലിയ വല കെട്ടിയതായിട്ടൊക്കെ സ്വപ്നം കാണുകയും അദ്ദേഹം ആ മക്കടിയുടെ വലിയ വല ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. പ്രഭാതമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കട്ടിലിനടിയിൽ വെച്ചിട്ടുള്ള ചെരുപ്പ് ധരിക്കാൻ വേണ്ടി ചെരുപ്പിലേക്ക് കാല് വച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? കാലിന് ഇക്കിളിയാവുന്നത് പോലെ തോന്നി. നോക്കിയപ്പോഴെന്താണ്? 3 കുഞ്ഞു തവളകൾ അതിലിങ്ങനെ കയറിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ ചെരുപ്പ് വളരെ പതുക്കെ അത് ഉയർത്തി. പതുക്കെ ആ തവളക്കുഞ്ഞുങ്ങൾ ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സാവധാനത്തിൽ പതുക്കെ
ഉറക്കെ ചെരുപ്പുയർത്തിയിട്ട് അതിൽ നിന്നും ആ തവള കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തവള കുഞ്ഞുങ്ങളെ കണ്ടാൽ പച്ച നിറത്തിലുള്ള പൂവാണോ എന്ന് തോന്നും. പൂക്കളെ പോലെ ഇങ്ങനെ ഇതളുകൾ പോലെ ഇങ്ങനെ 3 പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ തവള കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്നും ചാടിപ്പോവുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്തു? ആ തവള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ മുറ്റത്ത് കാറ്റിലുലാത്തി. തവളക്കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്നും ചാടിപ്പോയതിന് ശേഷം അവ ആ മുറ്റത്ത് ചാടിക്കളിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ചാടിക്കളിക്കുന്നത് നോക്കി അദ്ദേഹം അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം കണ്ണാടിയുടെ മുമ്പിലായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. കണ്ണാടിയിലൂടെ ചിപ്പുക്കലിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിൽ വെച്ചുള്ള അവരുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. ചിപ്പുക്കലിയും ഫർഹാദും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. അത്രയാണ് നമ്മുടെ ഗർ എന്ന കഹാനി വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫർഹാദിൻ്റെ ചരിത്രപ്പർ ടിപ്പണി എഴുതാൻ ചോദിക്കും. അതുപോലെ തന്നെ ഫർഹാദ് എഴുതുന്ന ഡയറി, ഫർഹാദ് എഴുതുന്ന കത്ത്. പിന്നീട് വരുന്നത് ചിപ്പുക്കലിയും ഫർഹാദും തമ്മിലുള്ള വാർത്താലാപം. അവരിൽ അവസാനമായിട്ട് കാണുന്നുണ്ടല്ലോ, കണ്ടുമുട്ടിയതിന് ശേഷം ചിപ്പുക്കലിയും ഫർഹാദും തമ്മിലുള്ള വാർത്താലാപം തയ്യാറാക്കാൻ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നീട് വരുന്നത് ചിപ്പുക്കലിയും ഗിർഗിറ്റും തമ്മിലുള്ള വാർത്താലാപം. നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്ന തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഗിർഗിറ്റും അതുപോലെ തന്നെ ചിപ്പുക്കലിയും തമ്മിലുള്ള വാർത്താലാപം പറയുന്നത്. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം മക്കടിയും ചിലന്തിയും തമ്മിലുള്ള വാർത്താലാപ്. പിന്നീട് ഉറുമ്പും ചിലന്തിയും തമ്മിലുള്ള വാർത്താലാപ്. ഉറുമ്പ് എന്താ പറയുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചിലന്തി എന്ത് ചെയ്യുന്നുണ്ട്? ചിപ്പുക്കലി മാപ്പ് ചോദിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു ഭാഗം നിങ്ങൾക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സംസാരം കൊണ്ട് അവർ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ് എന്ന് ഉറുമ്പ് പറയുന്ന സമയത്ത് പിന്നെ ചിപ്പുക്കലി ചോദ്യഭാവത്തിൽ മക്കടിയെ നോക്കിക്കൊണ്ട് ആരാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് മാപ്പ് നൽകാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കൂടുതൽ സെൻറ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വാർത്താലാപം ഉണ്ടാക്കേണ്ടി വരും. ഈ പറഞ്ഞ ചോദ്യങ്ങളും അതിനുള്ള ആൻസറും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദി വിന്നറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ ഈ കൊതുകും ഈ ഈച്ചയും ചിപ്പുക്കലിയെ കണ്ടപ്പോൾ പറയുന്ന കാര്യമുണ്ടല്ലോ, എന്താ പറയുന്നത്? ഭാഗ്യഹീനർ എവിടെ ചെന്നാലും അതിനു മുമ്പേ അവരുടെ നിർഭാഗ്യം അവിടെ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വാർത്താലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നും പറയാനുള്ള കാര്യം. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ.